ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് എന്നുള്ള രീതിനേക്കാൾ എനിക്ക് എൻ്റെ പാട്ട് ആരെങ്കിലും കേൾക്കുന്നത് എൻ്റെ ആണെന്ന് അറിയാതെ കേട്ടാലും എനിക്ക് ഓക്കെയാണ്. അൺഫിനിഷ് ഹോപ്പ് എന്ന് പറയുന്ന സാധനം എനിക്ക് തന്നിട്ടുള്ള മൈലേജ് കുറച്ചല്ല. ഒരു ഫോറിൻ ഫിലിം കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോറിൻ ഫിലിം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പുറത്തുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ റിവ്യൂസ്. അങ്ങനത്തെ ഒരു ഇതിലാണ് എനിക്കറിയാം അത് നല്ല വർക്കാണെന്ന്. വേറൊരാൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്നില്ല. ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി മലയാളത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പടങ്ങളിലൊന്നാണ് ഇത്. ഐ മീൻ എൻ്റെ അഭിപ്രായം ഉണ്ടോ അതൊക്കെ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഡിഫറെൻറ്റ് ഇമോഷൻസ് ആണ്. ആ ഡിഫറെൻറ്റ് ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യും ആ പാട്ട് കേൾക്കും. പക്ഷേ ആ ഇമോഷൻസ് നമ്മുടെ ഹാർട്സിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂസീഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഗോവിന്ദ് വസന്ത, വെൽക്കം ടു റേഡിയോ മാംഗോ ടോക്ക്. താങ്ക് യു. സർക്കിട്ടാണ് ഏറ്റവും പുതിയ വിശേഷം. അതെ, ഒരു യാത്രയ്ക്ക് പോകാൻ റെഡിയായി നിൽക്കുക. അത്യാവശ്യം വലിയൊരു ഇമോഷണൽ റൈഡായിരിക്കും. എന്താണ് ഒരു ഓവറോൾ ഇറ്റ്സ് എ ഫാമിലി പടമാണ്. ആ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു സാധനം ക്രക്സ് തന്നെയാണ് പടത്തിൻ്റെത്. പക്ഷേ എന്താ പറയുക, അതിനകത്തൊരു ചെറിയൊരു എലമെന്റ് ഭയങ്കര ഡെപ്തിൽ പോയിട്ട് ഉള്ളൊരു സാധനമാണ് അത്. എല്ലാ ചെറിയ എലമെന്റുകൾക്കും ഡെപ്ത് പോകുന്നതോറും അതിൻ്റെ ഇന്റൻസിറ്റി കൂടുമല്ലോ. അത് ഇത്ര പുറത്തുനിന്ന് കാണുമ്പോഴാണല്ലോ അത് ചെറിയ സംഭവമാവുന്നത്. റീസെൻ്റ്ലി മലയാളത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പടങ്ങളിലൊന്നാണ് ഇത്. ഐ മീൻ ആസ് എൻ ഓഡിയൻസ്, ഐ മീൻ എൻ്റെ അഭിപ്രായം ഉണ്ടോ അതൊക്കെ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ സിനിമകൾ ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളല്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പല പടങ്ങളും കണ്ടിട്ടില്ല. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഏറ്റവും ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിത്തൗട്ട് മ്യൂസിക്കിന് വേണ്ടി അവൻ അയച്ചു തന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ഒരു പടമാണ്. ഫാമിലി പടമാണ്. ചെറിയ കുട്ടികളുടെ പടമാണെങ്കിൽ പോലും ആ പയ്യനൊക്കെ അഭിനയിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ലീഗാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ മീൻ ലൈക്ക് നാഷണൽ അവാർഡ് ലെവൽ പെർഫോമൻസ് ആണ് അതൊക്കെ വെച്ചിരിക്കുന്നത്. അവൻ്റെ ആദ്യത്തെ പടം കൂടി പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഇതായിപ്പോയി. ഞാൻ ആസിഫ് അലി വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് പടമാണത്. ഭയങ്കര ആക്ടിങ് ആണ്. ഇപ്പം ഒരു ചിൽഡ്രൻസ് മൂവിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു ചൈൽഡാണ് അതിൻ്റെ ഒരു മേജർ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം റീസെൻ്റ്ലി ഒരു ഫാദറാണ്. അപ്പം ഫാദർ ആയതിനു ശേഷം ആ ഒരു മ്യൂസിക് ചെയ്യുമ്പം, ക്രിയേറ്റ് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മൂവിയിൽ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മാറിയിട്ടുണ്ടോ? ഈ ഫാദർ ആയി കഴിഞ്ഞാൽ എല്ലാത്തിലും ആ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഓക്കെ, അത് ജീവിത വീക്ഷണത്തിൽ മാറ്റം വരുമ്പോൾ മ്യൂസിക്കിൽ മാറ്റം വരുമല്ലോ. ഞാൻ എക്സ്പീരിയൻസുകളിൽ നിന്ന് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി അത് മാറിയിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഈ പടത്തിന് വേണ്ടി അത് എക്സ്ട്രാ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ വേർതിരിച്ച് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി എൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാവാം ചെയ്തിട്ടുണ്ടാവും. പിന്നെ പക്ഷെ വളരെ ഈസി ആയിട്ട് ചെയ്ത പടമാണ് ആക്ച്വലി. ഒരു 7-8 ദിവസം കൊണ്ട് തീർന്നതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം. ഓക്കെ. ഇടയ്ക്ക് വല്ലപ്പോഴും ചില പടങ്ങൾ, വളരെ റെയർ ആയിട്ടുള്ള പടങ്ങളിലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആവാറുള്ളൂ. ഓക്കെ. ഇപ്പോൾ മെയ്ഡ് ഐ വാസ് വെരി ലൈക്ക്, എനിക്ക് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദ റിവ്യൂസ്. അങ്ങനത്തെ ഒരു ഇതിലാണ്. എനിക്കറിയാം അത് നല്ല വർക്കാണെന്നുള്ളത്. അങ്ങനെ എനിക്ക് അത്ര മതി. അങ്ങനത്തെ ഒരു വർക്കാണത്. എനിക്ക് വേറൊരാൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്നില്ല. ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾസോ 1001 നുണകൾക്ക് ശേഷം താമർ KV ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അത് തന്നെയല്ല, ഇതൊരു ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് ആണല്ലോ. ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. ഫുൾ ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത് ആസിഫിന്റെ ആദ്യമായിട്ട് 100% പുറത്ത് ഷൂട്ട് ചെയ്യുന്ന പടമാണ്. അപ്പം നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോഴും അതിന്റെ സൗണ്ട് സ്കേപ്പ് മാറ്റണ്ടേ? താമറിന്റെ പടങ്ങൾക്കൊക്കെ ഒരു ഇറാനിയൻ പടങ്ങളുടെ ഒരു വൈബാണ് മൊത്തം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അത് ഇപ്പോൾ അതിനൊരു ഇന്റർനാഷണൽ അപ്പീൽ അവന്റെ വിഷ്വലിലും നറേറ്റീവിലും ഒക്കെ ഉണ്ട്. അപ്പോൾ മ്യൂസിക്കിൽ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ദുബായ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ഞാൻ പിടിച്ചിട്ടില്ല. ഒരു ഫോറിൻ ഫിലിം കാണുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോറിൻ ഫിലിം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പുറത്തുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹോപ്പ് സോങ്ങിൽ നമുക്ക് ഫസ്റ്റ് ഒരു അറബിക് സ്വിംഗ് ഇൻസ്ട്രുമെന്റ് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യും. ഈ സിനിമയ്ക്ക് ഇത് ചെയ്യാം. അങ്ങനെ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഇതിൽ ഞാൻ മെയിനായിട്ട് ബേസിക്കലി വിയോളയാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി ഒരു വിയോള മേടിച്ച് ഞാൻ തന്നെ ആണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ വിയോള ഇതുവരെ വല്ലപ്പോഴൊക്കെ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ത്രൂ ഔട്ട് വിയോള യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഇമോഷനാണ് ഇതിന് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അതിപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ചൊന്നും എനിക്കറിയില്ല. പിന്നെ റോൺ റോക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. റോൺ റോക്കോ, അത് ഒരു പ്ലക്കിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതും ഈ റീസെന്റ് ബൊളിവിയെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അവിടുത്തെ ഫോക്ക് ഇൻസ്ട്രുമെന്റ് ആണ് ബേസിക്കലി. അപ്പോൾ അത് പക്ഷേ പടത്തിൽ അങ്ങനെ ഭയങ്കര വലിയ ഇൻസ്ട്രുമെന്റ് ആയിട്ട് കേൾക്കൊന്നുമില്ല. അത് ഇമോഷനായിട്ടേ കൺവേർട്ട് ആവുള്ളൂ. അല്ല, ഇത് യാത്രകളിൽ പോകുമ്പം നമ്മൾ റോൺ റോക്കോ ഒക്കെ എനിക്ക് വളരെ ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. വളരെ ചെറുപ്പം മുതലേ. ഗുസ്റ്റാവോ സാന്റലോള എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസീഷ്യൻ ഉണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന മ്യൂസീഷ്യൻസിൽ ഒരാളാണ്. പുള്ളി ഇത് വായിച്ചിട്ടാണ്
മ്യൂസിക് ചെയ്യുക. പുള്ളിയുടെ എല്ലാത്തിലും മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പുള്ളിയാണ്. ബാബേൽ പുള്ളിയാണ്. വൈൽഡ് ടൈൽസ് ഒരുപാട് വലിയ വലിയ സിനിമകൾ. ധോബിഘാട്ട് എന്നോട്ട് നമ്മുടെ ഹിന്ദിയിലൊരു പടം ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര മ്യൂസിക്കാണ്, പക്ഷെ കുറച്ച് ഡാർക്കാണ്. അപ്പോൾ എനിക്ക് ആ ഇൻസ്ട്രുമെന്റ് പണ്ടേ ഭയങ്കര ഇമോഷണലി സംസാരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊരു ചാൻസ് കിട്ടിയപ്പോൾ ഇപ്പോഴാണ് മേടിച്ചത്. ഇമോഷൻ ഏത് രീതിയിൽ കൺവേ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആ ഇൻസ്ട്രുമെന്റിന്റെ സംഭവം ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാ പ്രാവശ്യം ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ഒന്നാമത് സിനിമ എന്ന് പറയുന്നത് കുറെ ആൾക്കാർ എഫേർട്ട് ആയതുകൊണ്ട് തന്നെ പലരുടെയും ഒരു കോംപ്രമൈസ് ആണ് ഒരു സിനിമയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ ലെവലിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നൊന്നും വരില്ല. പക്ഷെ ചില പടങ്ങളിൽ അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്. കുറച്ച് കാലങ്ങൾക്ക് പിന്നെ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു അൺഫിനിഷ്ഡ് ഹോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പ്രേമത്തില്. അതിന്റെ ഒരു ഫുൾ സർക്കിൾ ആണോ ഈ ഒരു ഹോപ്പ് സോങ്? ഒരിക്കലും അല്ല. അൺഫിനിഷ്ഡ് ഹോപ്പ് രാജേഷിന്റെ തന്നെയാണ്. അത് ആക്ച്വലി രാജേഷ് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവൻ എന്റെ ബെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് മോർ ലൈക്ക് എ കൊളാബറേറ്റീവ് ഒരു ജാമിങ് സെഷൻ ആയിരുന്നു അന്ന് അവിടെ നടന്നത്. എന്നെ അവൻ വയലും വായിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് എസ്സേലുണ്ടായിരുന്നു. ഒരുമിച്ച് പഠിച്ചിരുന്നത്. എന്റെ സീനിയർ ആയിട്ടാണ് അവൻ പഠിച്ചത്. അപ്പൊ അവൻ വിളിച്ച് അതിന്റെ മുകളിൽ ജാം ചെയ്ത് ഞാൻ വായിച്ച സാധനത്തിൽ നിന്ന് നല്ലതെന്ന് അവന് തോന്നിയ സാധനമാണ് അവൻ വെച്ചിരിക്കുന്നത്. അതൊന്ന് ഇംപ്രവൈസ് ചെയ്തെടുത്തു എന്നുള്ളൂ. അപ്പം അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താ പറയാ, അൺഫിനിഷ് ഹോപ്പ് എന്ന് പറയുന്ന സാധനം എനിക്ക് തന്നിട്ടുള്ള മൈലേജ് കുറച്ചല്ല. പക്ഷെ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പേര് എന്നുള്ള രീതിയിനേക്കാൾ എനിക്ക് എന്റെ പാട്ട് ആരെങ്കിലും കേൾക്കുന്നത് എന്റെ ആണെന്ന് അറിയാതെ കേട്ടാലും എനിക്ക് ഓക്കെയാണ്. എന്റെ പാട്ട് കേട്ടാൽ മതി. ആ രീതിയിൽ അത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ച വയലിൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിരിക്കുന്നതായിരിക്കും. അതിന്റെ ഇപ്പോഴും യൂട്യൂബ് കോമന്റ്സിൽ ഒരു തർക്കം നടക്കാറുണ്ട്. ഇത് ഗോവിന്ദ് ചെയ്തതാണോ? ഗോവിന്ദിന്റെ ഒരു കവർ വെർഷൻ ആയിട്ടാണ് പലരും അത് കാണുന്നത്. ഞാൻ എന്റെ യൂട്യൂബിൽ ഞാൻ അതിന്റെ എക്സ്റ്റൻഡ് വെർഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇറ്റ്സ് മോർ ലൈക്ക് അതിന്റെ ഞാൻ ഉണ്ടാക്കിയ കമ്പോസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ അതിനകത്ത് വായിച്ചിട്ടുണ്ട്. അത് ഒരു കമ്പോസ്ഡ് വേർഷൻ ആണ് ഞാൻ കൂടുതൽ എന്റെ യൂട്യൂബിൽ കിടക്കുന്നത്. പക്ഷെ മറ്റേത് ഈസ് ദ കമ്പോസർ. അൺഫിനിഷ് ഹോപ്പിന്റെ ആ ഡൗട്ട് ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് അവനാണ് കമ്പോസ് ചെയ്തത്. 96ന്റെ സീക്വൽ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പ്രേംകുമാർ സർ ഒരു റീസെന്റ് ഇന്റർവ്യൂല് പറഞ്ഞത്. നേരത്തെ കഴിഞ്ഞ സ്ക്രിപ്റ്റ് ആക്ച്വലി. പുള്ളി 96 എഴുതിയ സമയത്ത് 96 ഐഡിയ പുള്ളിയുടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത് ഡെവലപ്പ് ചെയ്ത് ഞാനത് മുഴുവൻ കേട്ടതുമാണ്. അത് തീർന്ന സംഭവമാണ്. അത് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് സിനിമയായിട്ട് രൂപാന്തരപ്പെടണം എന്നൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്യും. ഞങ്ങൾ ഇതുപോലെ കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിൽ വേറെ പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് മെയ്യഴകൻ. അതിലൊന്നായിരുന്നു മെയ്യഴകൻ. ഏറ്റവും അവസാനം ഞങ്ങൾ വർക്ക് ചെയ്യും. അതിന് മുമ്പ് 3-4 പടങ്ങൾ വലിയ വലിയ പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇറങ്ങാൻ നിൽക്കുന്നതാണോ? അത് ഇറങ്ങും, എന്തെങ്കിലുമൊക്കെ ഇറങ്ങും. 10 കൊല്ലം 12 കൊല്ലം. പക്ഷെ അതിലും ഇതുപോലത്തെ ഒരു ക്വാളിറ്റി മ്യൂസിക് ആയിരിക്കും. മ്യൂസിക്കിന്റെ അറിയില്ല, ചെയ്തിട്ടില്ല. പക്ഷെ പടം ഗംഭീര പടമായിരിക്കും. ഭയങ്കര വലിയ സ്കെയിലുള്ള പടമൊക്കെയാണ്. നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടം അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, കൾട്ട് ഫോളോയിങ് ഉള്ള ഒരു പടമാണ്. ആൻഡ് അത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു സീക്വൽ പോലത്തെ, ഇഫ് യു ആർ വർക്കിംഗ് ഓൺ ഇറ്റ്, ചെയ്യാൻ പോകുന്നതല്ലേ ആന്ന് തോന്നുന്നു. ഞാൻ ഫിലിമോഗ്രഫി നോക്കിയപ്പോഴത്തേനും ഡിസ്കോഗ്രഫി നോക്കിയപ്പോഴത്തേനും ആദ്യമായിട്ടാണ് ഒരു സീക്വൽ പോലെ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് സൗണ്ട് ട്രാക്ക് തന്നെ ചെയ്യാനാണോ? ഒരു പ്രഷർ ഉണ്ടോ? എങ്ങനെയാണ്? പ്രഷർ ഉറപ്പായിട്ടുണ്ട്. അതിൽ സംശയം അത് അൺഡിനയബിൾ ആണ്. എന്ന് വെച്ചാൽ ആ പടം അത്രയും ആൾക്കാർ കേൾക്കുകയും അത്രയും ജീവിതത്തിലോട്ട് എടുക്കുകയും ചെയ്ത സാധനം ആയതുകൊണ്ട് രണ്ടാമത്തെ പടം അതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിന് ആളുകൾക്ക് എന്തായാലും എക്സ്പെക്ടേഷൻസ്, എസ്പെഷ്യലി മ്യൂസിക്കിന്. അപ്പോൾ അതെന്തായാലും ഉണ്ട്. പക്ഷെ അത് എന്നെ കാര്യമായിട്ട് ബാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പടത്തിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ. റീസെന്റ് കൊളാബറേഷൻസിനെ കുറിച്ച് പറയണം. അതാണ് ഒന്ന് പ്രേംകുമാർ സാർ, പിന്നെ അരുൺ ഡി ജോസിന്റെ കൂടെ ജോ ആൻഡ് ജോ ഇപ്പം റൊമാൻസ് ചെയ്തു. കൊളാബറേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഗോവിന്ദ്. എനിക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ് ആണ്. എത്ര കഴിവുള്ള ആളാണെങ്കിലും, ഇപ്പോൾ പാട്ടായാലും ഡയറക്ടറായാലും എത്ര വലിയ ആളാണെങ്കിലും ദ എക്സ്പീരിയൻസ് ഷുഡ് ബി നന്നായിരിക്കണം എനിക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യില്ല. പിന്നെ ഇപ്പൊ ഈ ADJ ഒക്കെ ആണെന്ന് ഞങ്ങൾ വളരെ, അവന്റെ സെക്കൻഡ് പടം ഞാനല്ല ചെയ്തത്, അവൻ്റെ അടുത്താണ് ആദ്യം വന്നത്. പക്ഷെ ഞാൻ ആ സമയത്ത് സിനിമയിൽ നിന്നേ ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടാനുള്ളൊരു ഇത് വേണം, എനിക്ക് പേസ് വേണം. അപ്പോഴാണ് എനിക്ക് ആ സിനിമ എക്സ്പീരിയൻസ് കുറച്ചുകൂടി രസമാകും. അപ്പം മെയ്യഴകനെ കുറിച്ച് പറയാം. അതാണ് ഓഫ് ലേറ്റ് ഏറ്റവും ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട് വരുന്ന ഒരു വർക്ക് ആയിരുന്നല്ലോ. അതിലൊരു എക്സ്പീരിയൻസ് കൂടെ കിട്ടി. കമൽഹാസൻ സാറിന്റെ ലെജൻഡിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയാ, എനിക്ക് എന്താണെന്നറിയോ, ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന സംഭവമാണ്. എനിക്ക് ഒരു ലെവൽ കൂടുതൽ എക്സൈറ്റഡ് ആവാൻ പറ്റൂല. എനിക്കറിയില്ല അതെങ്ങനെ. ഐ വാസ് ഡെഫിനറ്റ്ലി എക്സൈറ്റഡ്.
പക്ഷേ സ്റ്റുഡിയോയിൽ പുള്ളിയും ഭയങ്കര അൾട്രാ പ്രൊഫഷണൽ ആയിട്ടൊരു മനുഷ്യനാണ്. പുള്ളി വന്ന് നേരെ വോയിസ് ബൂത്തിലോട്ട് പോയി നിൽക്കുകയും 2 പാട്ടുണ്ടായിരുന്നല്ലോ, രണ്ടും ഒറ്റ നിപ്പിൽ പാടി. അവിടെ ഒരു സിംഗറായിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. സാറും അഡ്രസ്സ് ചെയ്യുകയും മലയാളത്തിൽ തന്നെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ച്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. പക്ഷേ പാടി തുടങ്ങിയപ്പോൾ എല്ലാവരും കയ്യിൽ നിന്ന് പോയി. അതിന് ഇപ്പോൾ കാർത്തിക ബാക്കിൽ നിന്ന് കരച്ചിലൊക്കെ കരയാനൊക്കെ തുടങ്ങിയായിരുന്നു. എനിക്കും ഭയങ്കര, പക്ഷേ ആ പാട്ടിൻ്റെ ഉദ്ദേശം അതാണ്. പിന്നെ കമലഹാസൻ്റെ വോയിസിൻ്റെ ഒരു സംഭവം, എന്തുകൊണ്ട് കമലഹാസൻ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ദാൻ ദ സോങ്, ആ സോങ്ങിൻ്റെ ഇമ്പാക്റ്റിനേക്കാൾ ആ മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അൺകോൺഷ്യസ്ലി നമ്മൾ വളർന്നു വന്നിട്ടുള്ള ഇപ്പോൾ അയാൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഒക്കെയാണ് ആ വയസ്സായ ശബ്ദത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലൊരാൾ പാടുന്ന പോലെ തോന്നും. അത് എത്ര വലിയ സിംഗർ പാടിയാലും ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല, പേഴ്സണൽ കണക്ട് വരും. അത് അറിയാതെ കിട്ടുന്നതാണ്. ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ എന്താ പറയുക, കമലഹാസന്റെ ഇമ്പാക്ട് ഇൻ തമിഴ് ഓഡിയൻസ് ഹ്യൂജ്. അത് റിയലായിട്ട് നടക്കുമ്പോഴുള്ള ഒരു സാധനം എനിക്കും കിട്ടിയായിരുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന, അത് നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല. റിയലായിട്ട് കിട്ടിയ സംഭവം അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അത് റഹ്മാന്റെ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തത്, അത് ഭയങ്കര രസമായിരുന്നു. എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ആയിരുന്നു അവിടെ. ഞാൻ കേട്ടിട്ടുണ്ട് പല റേഞ്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു സാറിന്റെ കംഫർട്ടബിലിറ്റിക്ക്. പുള്ളി, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് ഇത് ഹൈപ്പിച്ചിട്ട്. കാരണം ഒന്ന് പുള്ളി പഴയ ഒരു ഇതിലല്ലോ, കുറച്ച് ഏജ്ഡ് ആയല്ലോ, അപ്പൊ റേഞ്ച് കുറഞ്ഞു വരികയും ചെയ്യും. പക്ഷെ പുള്ളി പ്രാക്ടീസ് ചെയ്ത് വന്നാന്ന് തോന്നുന്നു. ഭയങ്കര എക്സ്ട്രാ ഇംപ്രോവൈസ് ഒക്കെ ചെയ്ത് പുള്ളി. ട്യൂൺ ഇങ്ങനെ പാടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് പുള്ളി ചേഞ്ച് ചെയ്ത ട്യൂണാണ് ഇപ്പൊ കിടക്കുന്നത്. അത് പുള്ളിയുടെയാണ്, അത് പുള്ളി കമ്പോസ് ചെയ്തതാ. അപ്പോൾ അങ്ങനെ വരെ പുള്ളി അത്രയും പ്രൊഫഷണൽ ആയിട്ട്, അത് ഇതുകൊണ്ടൊക്കെയാണ് അവർ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും അവർ സർവൈവ് ചെയ്യുന്നുള്ളത്. അവരുടെ വർക്ക് എത്തിക്സ് എന്നൊക്കെ പറയുന്നത് അത് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മളെല്ലാവരും. നമ്മുടെ കഠിന കടോരമി അണ്ടകടാഹത്തിലും ഒരു സ്വർഗക്കത്ത്, പ്രേമക്കത്ത് എന്ന് പറയുന്ന ഫീമെയിൽ പെർസ്പെക്ടീവ്, മെയിൽ പെർസ്പെക്ടീവ് എന്ന് പറയുന്ന ഒരു സാധനം, ഇതെങ്ങനെയാണ് മ്യൂസിക് വൈസ് ആയിട്ട്, കമ്പോസർ വൈസ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നതാണോ? അത് സ്ക്രിപ്റ്റ് ലെവലിൽ നിന്നുള്ളതാണ് അത്. ഓക്കെ. കഠിനത്തിന്റെ അത് മുഹാഷിന്റെ ഐഡിയ തന്നെയാണ്. മറ്റേത് മേടകൻ പുള്ളി ആദ്യം ഞങ്ങൾ ഫസ്റ്റത്തെ സോങ്ങാണ് കമ്പോസ് ചെയ്തത്. അത് പോരേനാണ് കമ്പോസ് ചെയ്തത്. ഇത് തന്നെ ഉപയോഗിച്ചാലോ എന്നുള്ളൊരു ഡിസ്കഷൻ പുള്ളി ചോദിച്ചു. അപ്പൊ അത് അടിപൊളി ഐഡിയ ആയിരിക്കും, അങ്ങനെ ഉണ്ടായ ഒരു സാധനമാണ്. അങ്ങനെ സ്ക്രിപ്റ്റ് ലെവലിൽ അത് ഉണ്ടായിരുന്നില്ല. മുഹാഷിന് വളരെ കൃത്യമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. ആദ്യം വാപ്പയുടെയും ഉമ്മയുടെയും ആയിട്ടുള്ള പ്രണയത്തിന്റെ കത്തുപോലെ തന്നെ, കത്തുപാട്ടായിട്ട് തന്നെ, പിന്നെ കത്തുപാട്ടായിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളത് എന്റെ ഐഡിയ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധനം അവന്റെ ഐഡിയ തന്നെയായിരുന്നു, ഒരു റെസ്പോൺസ് പോലത്തെ ഒരു സാധനം. അത് ഈ അടുത്ത പടത്തിൽ അങ്ങനത്തെ ഒരു പരിപാടി തന്നെ ഉണ്ട്. ഞാൻ അത് ചോദിക്കാൻ വന്നത്, ഇത് ഒരു ഇപ്പോഴും സ്റ്റേജ് ഷോ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്നത് ഒരാളാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടും മ്യൂസിക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഞാൻ ശരിക്കും മ്യൂസിക് ചെയ്യുന്നത്. മൂവീസിന് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല. അല്ല, മൂവി ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന സംഭവം തന്നെ. ഞാൻ എൻജോയ് ചെയ്തിട്ടല്ലെങ്കിൽ ആ പടം, അതുകൊണ്ട് ഞാൻ അധികം പടവും ചെയ്യാത്തത്. എനിക്ക് ആ മൂവിയിൽ കിട്ടുന്ന ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് ഉണ്ടല്ലോ, അത് മറ്റേനകത്ത് കിട്ടില്ല. കാരണം മറ്റേത് മ്യൂസിക് മാത്രമാണ്. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എന്ത് വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്. എനിക്ക് ആരുടെയും ഈ ടൈം റെസ്ട്രിക്ഷൻസോ 3 മിനിറ്റിനുള്ള ഒരു 30 സെക്കൻഡിനുള്ളിൽ വോക്കൽ വരണം, അങ്ങനത്തെ ഒരു ഫോർമാറ്റ് എനിക്ക് നോക്കണ്ട. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ് എനിക്ക് ഫസ്റ്റ് ചോയ്സ്. അപ്പം ഞാൻ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, തൈക്കുടം ബ്രിഡ്ജിന്റെ ഐക്കോണിക് സോങ്സ് ആണ് ഫിഷ് റോക്കും ഉറുമ്പ് പാട്ടൊക്കെ. അത് പിന്നീട് സിനിമയിലും വന്നല്ലോ. അപ്പം ഇത് ആ ഒരു ഡിസിഷൻ എങ്ങനെയാ പോകുന്നത്? അത് മണി, നല്ല പൈസ തരാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഉറുമ്പ് മറ്റേ സൂര്യകോട്ടിൽ എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഷോ കേസ് അവർ സോങ്. അത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് നല്ല തന്നെയാണ്. എക്സ്പ്ലോഷർ കൂടുന്തോറും നമുക്ക് ഷോസ് കൂടുതൽ കിട്ടുകയാണ് ചെയ്യുക. നമ്മുടെ ആൽബം ഇറക്കുന്നതൊക്കെ ഷോസ് ആയി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സിനിമകളിൽ ഇനിയും കൊടുക്കും. ഇതെങ്ങനെ പ്രോസസ്സ് നടക്കുന്നത്? ഇത് ബാൻഡ് മെമ്പേഴ്സിനോട് ചോദിച്ചിട്ട് ഞങ്ങള് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാൻഡാണ്. എല്ലാത്തിനും വോട്ടാണ്. വോട്ടിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ആ ഡിസിഷൻ പാസ്സാവുള്ളൂ. ഒരു ബൈലോ ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വോട്ട് ചെയ്യും. എൻ്റെ പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആണ് താങ്കളുടെ നോർത്ത് 24 ഗാഥത്തിലെ മ്യൂസിക് എല്ലാം. അതിലെ താരങ്ങൾ ഈ യാത്രയിലും ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ മറന്നിരിക്കുന്നു. ഞാൻ കുറച്ച് നാൾ മുമ്പ് സിദ്ധാർത്ഥ് മേനൻ ഇവിടെ വന്നിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, ഞാൻ ഇതേ ഒരു അനുഭവം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെയും ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ജേർണി പറഞ്ഞു. അതായത് മറ്റേ മായാതെ ആ പോർഷനും ഗോവിന്ദേട്ടൻ പാടിയ പോർഷനും ആക്ച്വലി സ്റ്റുഡിയോയിലല്ല റെക്കോർഡ് ചെയ്ത്, നിങ്ങൾ വീട്ടിൽ തന്നെ ഒന്ന് ജാം ചെയ്തപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടിയോണ്ട് പിന്നീട് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തില്ല.
എൻ്റെ ഓർമ്മ ഭയങ്കര പ്രശ്നമാണ്. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ഇപ്പൊ 2 ദിവസം മുമ്പ് ദിവ്യപ്രഭയെ കണ്ടിരുന്നു സർക്കിട്ടിന്റെ ഭാഗമായി. അപ്പൊ ഹായ്, ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, കുറെ നേരം സംസാരിച്ചിട്ടുണ്ടെന്നാണ് ദിവ്യ പറയുന്നത്. എനിക്ക് ഒരു ഓർമ്മയില്ല. അപ്പൊ ഇത് കുറച്ച് നാളുകളായിട്ട് എന്നെ വലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ എനിക്കത് ഓർമ്മയില്ല, വിഷയമില്ല. പക്ഷെ അത് വീട്ടിൽ അങ്ങനെ പലതും ഞാൻ ഇപ്പൊ കാതിലേക്ക് വീട്ടിലാണ് വായിച്ചിരിക്കുന്നത്. ഞാൻ സ്റ്റുഡിയോയിൽ വായിച്ചതൊന്നും മറക്കായിട്ടില്ല. അതിലിപ്പോഴും പുറത്ത് വണ്ടി ഓടുന്ന സൗണ്ട് ഉണ്ട് ആ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ, നോയ്സ് പോലെ വരുന്നത്. ഇഷ്ടംപോലെ അങ്ങനത്തെ ഞാൻ ഇഷ്ടംപോലെ വായന പലതും കമ്പോസിങ് ട്രാക്കിൽ വായിക്കുന്നതാണ്. ഞാൻ സ്റ്റുഡിയോ പോയി പാടാറില്ല. ക്വാളിറ്റിയേക്കാളും അതിന്റെ ആ കമ്പോസ് ചെയ്ത് വായിക്കുമ്പോഴുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കേട്ട് വായിക്കുമ്പോൾ കിട്ടില്ല. ഞാൻ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന, കമ്പോസ് ചെയ്ത് പാടുമ്പോൾ ഒരു ഫീലുണ്ട്. അത് ഇപ്പൊ ഈ സർക്കിട്ടിലും ഉണ്ട്. സർക്കിട്ടിൽ ഇപ്പോൾ ഞാൻ പാടിയൊരു പാട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സിംഗിങ് കരിയറിൽ ഞാൻ ഏറ്റവും നന്നായി പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ അത് ഞാൻ അതിന്റെ തുടക്കത്തിലൊരു ഹമ്മിങ് ഉണ്ട്. ആ ഹമ്മിങ് സ്റ്റുഡിയോയിൽ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്, നല്ല മൈക്കും നല്ല ഇതൊക്കെ ഉണ്ട്. പക്ഷെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് കൂടെ പുറത്തു വരുന്നില്ല, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പാടിയ സാധനം തന്നെയാണ് വെച്ചിരിക്കുന്നത്. അല്ല, സ്വയം നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന മ്യൂസിക് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, വല്ലവരും ചെയ്ത മ്യൂസിക്കിൽ പാടുമ്പോൾ പാടാൻ ഫീല് കിട്ടുമെന്ന്. പാടാൻ എനിക്ക് പുറത്ത് പാടാൻ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടാണ്. വെച്ചാല് എന്റെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത് കേൾക്കുന്നു ഫസ്റ്റ്, എല്ലാ പാട്ടും. അപ്പൊ എനിക്ക് സ്റ്റേജ് എനിക്ക് മനസ്സിലാവുന്നില്ല, നല്ല പാട്ടാണോ പൊട്ട പാട്ടാണോ, അതിപ്പോൾ ഞാൻ പാടിയത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതാണോ എന്ന് എനിക്ക് മനസ്സിലാവാറില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, അതിന്റെ ഒരു വേരിയേഷൻ അല്ലേ ഇപ്പം പറഞ്ഞത്, സ്വയമേ ക്രിയേറ്റ് ചെയ്ത ഒരു മ്യൂസിക് സ്വന്തമായിട്ട് പാടി. ഞാൻ വളരെ റെയറായിട്ടാണ് എൻ്റെ പാട്ട് ഞാൻ പാടണം എന്ന് ചൂസ് ചെയ്യാറുള്ളൂ. ഈ പാട്ട് ഞാൻ പാടണം എന്ന് എനിക്ക് കമ്പോസ് ചെയ്ത് പാടി കഴിഞ്ഞപ്പോൾ തോന്നിയ സാധനമാണ്. ഇപ്പം അത് വേറെ 1-2 നല്ല വലിയ സിംഗേഴ്സിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം കമ്മ്യൂണിക്കേറ്റ് ആവില്ല ആര് പാടിയാലും. അതായത് ഞാൻ പാടിയാലേ കിട്ടുള്ളൂ എന്ന് എനിക്ക് അത്രയും കോൺഫിഡൻ്റ് കൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. പിന്നെ അത് പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ഇത് നന്നായിട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ട്. പൊതുവെ പറഞ്ഞ ഈ സിനിമയിൽ ചെയ്ത വർക്ക് അത്യാവശ്യം നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ല മ്യൂസിക്കാ. ഒരു BGM ആണ് ഒരു സിനിമയുടെ ഒരു മൂഡ് ഉണ്ടാക്കാനും മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആസ് എ ഫിലിം ഓഡിയൻസ് അല്ലെങ്കിൽ ഫിലിം വ്യൂവർ വേറൊരു സിനിമ കണ്ടിട്ട് ഈ BGM കാരണം ഈ ഒരു സിനിമ എലിവേറ്റ് ആയി എന്ന് തോന്നിച്ച സിനിമകൾ, എക്സ്പീരിയൻസസ് അതേതൊക്കെ? ഒരുപാടുണ്ട്. ആവേശമല്ല, രോമാഞ്ചം. എനിക്ക് പടം ഇത്രയും വർക്കാവാനുള്ള കാരണം സുഷിനാണ്. ആവേശമാണെങ്കിലും ഇതേ സംഭവം തന്നെയാണ്. എനിക്ക് പേഴ്സണലി ആ പടം അത്ര വർക്കായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ പടം ഭയങ്കര ഒട്ടും ബോറടിക്കാതെ കണ്ടു തീർത്തത് ഡെഫിനറ്റ്ലി BGM ആണ്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ പിന്നെ റൊമാൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് റീവിസിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് പടം കുറച്ചുകൂടി വർക്കായിട്ടോ, വേറെ കാര്യം. എന്നിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ കൊടുക്കുന്ന സപ്പോർട്ട് ഉണ്ട് ആ ഡയറക്ടർക്ക്, അത് ഡെഫിനറ്റ്ലി ഒരു വിന്നിങ് ഫാക്ടറാണ്. അങ്ങനെ അത് പിന്നെ ജസ്റ്റിന്റെ ഭയങ്കര വർക്കാണ്, ഒരു രക്ഷയില്ല. ജസ്റ്റിൻ പൊളിയാണ്, അവൻ വേറെ ലീഗിലെത്തും. ഡ്യൂൺ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടം. പലർക്കും സെക്കൻഡ് പാർട്ട് അത്ര വർക്കായില്ല എന്ന് പറഞ്ഞു, എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. BGMs ഒക്കെ ഉണ്ട്, പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോൾ ഷോഷാങ്ക് റിഡംപ്ഷൻ ഉണ്ട്. ഷോഷാങ്ക് റിഡംപ്ഷൻ ഒക്കെ ഭയങ്കര വിഷ്വൽ എഫക്ട്സ്, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് പടങ്ങൾ ഇഷ്ടമാണ്. ക്രിയേറ്റീവ് ബ്ലോക്ക് എന്തായാലും വരുമല്ലോ, ഉറപ്പായിട്ടും. എങ്ങനെയാണ് ക്രിയേറ്റീവ് ബ്ലോക്ക് ഒന്ന് ഫൈറ്റ് ചെയ്ത്? അപ്പം എനിക്ക് ക്രിയേറ്റീവ് ബ്ലോക്സ് വരുമ്പോൾ ഞാൻ വേറെ ആൾക്കാരെ പാട്ടുകൾ കേൾക്കുക തന്നെയാണ് ചെയ്യാറ്. എസ്പെഷ്യലി ഇപ്പോൾ ഞാനിത് റൊമാൻസ് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് അധികം ഈ അടുത്ത് ചെയ്ത പടമായതുകൊണ്ടാണ്. അതിനകത്ത് ഒരുപാട് ഞാൻ ജസ്റ്റിൻ്റെയും വിഷ്ണുവിൻ്റെയും സുഷിൻ്റെയും ഒക്കെ 3-4 ദിവസം ഇവരെ പാട്ടുകൾ മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, 90% സോങ്സ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ Spotify ഇവരൊക്കെ പാട്ടുകൾ കേട്ട് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ആ സമയം. എത്ര ചെയ്തിട്ടും ഇവനാണെങ്കിൽ ഓക്കെ പറയുന്നില്ല. 10-18 ഓപ്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പാട്ടിന്. അങ്ങനെ കുറെ വേറെ ആൾക്കാരെ കേട്ട് തന്നെയാണ് ഞാൻ ബ്ലോക്ക് മാറ്റി സംസാരിക്കും. അപ്പം ഇവര് ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് സാരം ഞാൻ ആരുമായിട്ടും ഇല്ല ജനറലി. ജസ്റ്റിനായിട്ട് നല്ലോണം സംസാരിക്കാം. ജസ്റ്റിനാണ് ഒരു ഡിസ്കഷൻ, ഒരു ഓപ്പൺ ഡിസ്കഷൻ പോലൊക്കെ വരാറുണ്ടോ? അതോ ഇഷ്ടം പോലെ. ജസ്റ്റിൻ ഞങ്ങള് ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടൊരു മനുഷ്യനാണ് ജസ്റ്റിൻ. മുഖത്ത് നോക്കി പറയും. ചില ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടൊക്കെ തോന്നും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവരുള്ള പോലെ പറയും. അപ്പൊ അതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കൂറായിരുന്നു 1-2-3 റീല് ഒരു പടത്തിന്റെ പേര് എന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വേണം ജീവിതത്തിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും എല്ലാവരും അങ്ങ് സ്റ്റെയിലായി.
ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു പുഷ്. ഉറപ്പായിട്ടും. എൻ്റെ ഒരു ഡെഫിനേഷൻ ഓഫ് ഗോവിന്ദ് വസന്ത മ്യൂസിക് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ കൂൾ ബ്രീസി ആ ഒരു ഫീല് ഇങ്ങനെ കിട്ടും. ഗോവിന്ദ് വസന്തയ്ക്ക് സ്വയമേ അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ടോ? എനിക്ക് സ്റ്റോറി പറയാൻ ഇഷ്ടമാണ് മ്യൂസിക് കൂടെ. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് യാത്രകളിൽ ആളുകളുടെ യാത്രകളുടെ ഭാഗമാവാനാണ് ഇഷ്ടം. എനിക്ക് അവരുടെ എന്താ പറയുക സെലിബ്രേഷനുകളിൽ ഭാഗമായില്ലെങ്കിലും കുഴപ്പമില്ല. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ ഉണ്ടാവില്ല, ആ സമയത്ത് മതി തന്നെ. എനിക്കത് ഓക്കെയാണ്. അങ്ങനത്തെ ഒരാളായിരുന്നു. അടിപൊളി. എന്തായാലും സർക്കിട്ടിന്റെ ഒരുപാട് പ്രതീക്ഷ ഇപ്പം പറഞ്ഞ കോൺവെർസേഷനിൽ കൂടെ നമുക്കും വരും. ഇല്ല കുഴപ്പമില്ല, നല്ല ഗുഡ് വേ, കുഴപ്പമില്ല. അപ്പം സർക്കിട്ട് ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ വണ്ടർഫുൾ സ്റ്റോറീസ്. താങ്ക് യു.